അവർ ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. നമ്മുടെ ദൈവം എല്ലായ്പ്പോഴും നല്ലവനാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ സാരാംശത്തിലും സ്വഭാവത്തിലും അവിടുന്ന് നല്ലവനാണെന്നാണ്. എന്നാൽ പലപ്പോഴും നാം ദൈവത്തെ അളക്കുന്നത് ദൈവം നമുക്ക് തരുന്ന ഭൗതികാനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ അപേക്ഷകൾ കേട്ട് നന്മകൾ തന്നാൽ ദൈവം നമുക്ക് നല്ലവൻ. നമ്മുടെ അപേക്ഷകൾ കേൾക്കാതിരിക്കുമ്പോഴോ മറുപടി വൈകുമ്പോഴോ ദൈവം പലർക്കും നല്ലവനായിരിക്കുന്നില്ല എന്ന ഒരു കാഴ്ചപ്പാടാണ് പലർക്കും ഉള്ളത്. എന്നാൽ നാം തിരിച്ചറിയേണ്ട ഒരു സത്യം, അവർ ഗോഡ് ഈസ് ഗുഡ് ബിക്കോസ് ഹീ ഈസ് ഗുഡ്. ദൈവം നല്ലവനായതിനാൽ അവിടുന്ന് നല്ലവനാണ്. ദൈവം എപ്പോഴും നല്ലവനാണെന്നുള്ള വസ്തുത ഒരിക്കലും മാറില്ല. കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിരുന്നാലും പ്രതികൂലമായിരുന്നാലും ദൈവം എപ്പോഴും നല്ലവനാണ്. നമുക്കവൻ നന്മകൾ തരുമ്പോഴും അവിടുന്ന് നല്ലവനാണ്. നന്മകൾ പിടിച്ചു വയ്ക്കുമ്പോഴും അവിടുന്ന് നല്ലവനാണ്. നന്മകൾ പിടിച്ചു വയ്ക്കുന്നത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ് എന്നത് അവിടുത്തെ മനോഗുണത്തിൻ്റെ പ്രത്യേകതയാണ്. ഗോഡ് ഈസ് ഓൾവേസ് ദെയർ ആൻഡ് ഓൾവേസ് ദി സെയിം. ദാറ്റ് ഈസ് വാട്ട് മേക്സ് ഗോഡ് ഗുഡ്. ദൈവം എപ്പോഴുമുണ്ട്, എപ്പോഴും ഒരുപോലെയാണ്. അതാണ് ദൈവത്തെ നല്ലതാക്കി നിർത്തുന്നത്. തിരുവചനം പറയുന്നു, നഹൂമിൻ്റെ പുസ്തകം 1-7 യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. നമ്മുടെ കഷ്ടകാലത്തും സുഖകാലത്തും അവിടുന്ന് നമ്മെ ഉള്ളതുപോലെ അറിയുന്നു എന്നത് അവിടുന്ന് നല്ലവനാണെന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയത്രേ. ദൈവത്തിൻ്റെ ഈ സ്വഭാവ വൈശിഷ്ട്യം ഒരിക്കലും മാറുന്നില്ല. അതങ്ങനെ തന്നെയാണ്. എന്നാൽ നമ്മിൽ ഓരോരുത്തരിലുമാണ് മാറ്റമുണ്ടാകേണ്ടിയത്. എല്ലായ്പ്പോഴും നല്ലവനായിരിക്കുന്ന ദൈവത്തെ നാം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു. അതുകൊണ്ട് തിരുവചനം നമ്മോടായി പറയുന്നു, 34 സങ്കീർത്തനം 8 യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുമ്പോഴും അവിടുന്ന് നിശബ്ദനായിരിക്കുമ്പോഴും പ്രാർത്ഥനകൾക്ക് മറുപടി തരാത്തപ്പോഴും നന്മകൾ വൈകിപ്പിക്കുമ്പോഴും അവിടുന്ന് എല്ലാം നമ്മുടെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന നല്ലവനായ ദൈവമെന്നറിഞ്ഞ് അവന് മഹത്വം കൊടുക്കുവാൻ ആരംഭിക്കുക. പാട്ടുകാരനോടൊപ്പം നമുക്കും ഇന്ന് പറയാം, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.